എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ കാക്കാഷിയും മൈഗയും അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം നോക്കും. കാക്കാഷി പറയും റീഎൻഫോഴ്സ്മെന്റിന് നമ്മുടെ ടീമിനെ ആരെയും കാണാനില്ല, അവരെവിടെ പോയെന്ന് പറഞ്ഞ് വീണ്ടും അവരവിടെ മുഴുവൻ നോക്കും. അപ്പോൾ ഷിനോബി അവരുടെ അടുത്തേക്ക് വന്ന് പറയും യൂറി ടീമിലേക്ക് റീഎൻഫോഴ്സ്മെന്റിന് ആൾ അത്യാവശ്യമാണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാസ്റ്റേഴ്സിന് അവിടേക്ക് വരാൻ കഴിയോ? അത് കേട്ട് മൈഗൈ യൂറി അവളും അതേ ടീമിൽ തന്നെയാണ് ഉള്ളത്, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോയി അവരെ രക്ഷിക്കണം. അതിന് കാക്കാഷി പറയും അവിടെ അമ്യൂരയുണ്ട്, അവന്റെ പവർ ലൈറ്റ്നിങ് ജിപ്സു ആണ്, എന്റെ പവറും ലൈറ്റ്നിങ് ജിപ്സു തന്നെ ആയതുകൊണ്ട് എനിക്ക് അവനെ എളുപ്പത്തില് കീഴടക്കാൻ കഴിയും. സോ അവരെ രക്ഷിക്കാൻ ഞാൻ തന്നെ പോകുന്നു പറഞ്ഞ് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ ആ വില്ലന് നേർക്ക് പോവും. കട്ട് ചെയ്ത ആ വില്ലത്തി അവളിപ്പോ മറന്നു നിൽക്കുന്ന ഓരോ ഷിനോബീസിനെയും അവളുടെ ലൈറ്റ്നിങ് പവർ വെച്ച് വെട്ടി വെട്ടി എറിഞ്ഞു കൊണ്ടേയിരിക്കും. ഷിനോബീസ് എല്ലാവരും റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടി ഇപ്പൊ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ വില്ലത്തി അവളുടെ ലൈറ്റ്നിങ് പവർ അതുപയോഗിച്ച് അവരെ മുഴുവൻ നശിപ്പിക്കും. കട്ട് ചെയ്ത യൂയി അവനങ്ങനെ ബോധമില്ലാതെ കിടക്കാണ്. ഓമുകി ഷോക്കായി പേര് വിളിച്ച് എങ്ങനെയെങ്കിലും അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അവൻ അവസാനമായിട്ട് ഇപ്പൊ കണ്ണു തുറന്ന് നൂർഗയോട് പറയും എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവിടെ മരിച്ചു പോവാണ്. നൂർഗി ഒരുപാട് സങ്കടത്തില് ഇപ്പൊ അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. അവൻ പറയും ഇനി മുതൽ ഈ ടീമിന്റെ ലീഡർ അത് ഞാനാണ്, വില്ലന്മാരുടെ കയ്യിൽ നിന്ന് എല്ലാവരെയും ഞാൻ രക്ഷിക്കും. അതിന് ഓമുകി പറയും ഇത് വാറാണ്, ഈ സമയത്ത് നമ്മൾ റിവെഞ്ച് എടുക്കാനായിട്ട് നിൽക്കരുത്, ആദ്യം നമുക്ക് നമ്മുടെ ലൈഫ് സേവ് ചെയ്യണം, അതിനുശേഷം ഓരോരുത്തരായിട്ട് നമുക്ക് തല്ലി തകർക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഹീറോ ആവാൻ ശ്രമിച്ച ഉറപ്പായിട്ടും നമുക്ക് നഷ്ടാവുന്നത് നമ്മുടെ ജീവിതമായിരിക്കും. സോ അമിഗിരി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അത് നീ വേണം കണ്ടെത്താൻ. കട്ട് ചെയ്ത ഇവിടെ വില്ലെത്തി അവൾ ഓരോ ഷിനോബികളെ ആയിട്ട് അങ്ങനെ തല്ലി തല്ലി കൊല്ലാണ്. മരിച്ചു കിടക്കുന്ന ഷിനോബികള് അവരെ നോക്കി അവൾ ചിരിക്കും. ഇവരെല്ലാവരും വെറും മണ്ടന്മാരാണ്, പവറോ സ്ട്രെങ്തോ ഒന്നും തന്നെ ഇവർക്കില്ല. പക്ഷെ ആദ്യം ഞാൻ കണ്ട ആ ഒരു ടീം അത് സൂപ്പറായിരുന്നു, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവളിപ്പോ വീണ്ടും അവിടുന്ന് മുൻപോട്ട് പോവും. അതേസമയം ഇവിടെ അവർ വീണ്ടും കൂടുതൽ പ്ലാനിംഗ് ഒക്കെ ചെയ്ത് അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നിപ്പോ ആലോചിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കാക്കാഷിയെയും മൈഗയെയും കാണിക്കും. അവര് റീഎൻഫോഴ്സ്മെന്റിന് ഇപ്പൊ ഷിനോബികളുമായിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. കാക്കാഷി ചുറ്റും നോക്കും. ആ തകർന്നടക്കുന്ന സ്ഥലം അത് കാണുമ്പോ തന്നെ കാക്കാഷിക്ക് മനസ്സിലാവും ഇത് മറ്റാരുമല്ല ആ അമിഗിരി വില്ലത്തി, അവൾ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരി, അവളാണ് ഇതിനെല്ലാം പിന്നില്. സോ ആദ്യം അവളെ വേണം പിടിച്ച് ലോക്ക് ചെയ്യാൻ. കാക്കാഷി പറയും ആ അമിഗുറി വില്ലത്തി അവൾ നോർത്ത് സൈഡ് നോക്കിയാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും ചില ഷിനോബികളെങ്കിലും ജീവനോടുകൂടെ ഉണ്ടാവും, നമുക്ക് അവരെയെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് രക്ഷിക്കണം. കട്ട് ചെയ്ത ഇവിടെ ഓമുകിയും ടീമും അവർ മുൻപോട്ടേക്ക് ഇപ്പൊ ഉഷാറായിട്ട് ഓടും. ഓമുകി ചോദിക്കും ഇനിയും എത്ര നേരം നമ്മൾ ഇതുപോലെ മുൻപോട്ട് പോവും? അതിന് നൂറുകി പറയും നമ്മുടെ കയ്യിൽ വേറെ വഴിയില്ല, റീഎൻഫോഴ്സ്മെന്റിന് അതിനുവേണ്ടി ആരെങ്കിലും വരും വരെ നമ്മൾ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയേ കഴിയൂ. അവർ മുൻപോട്ട് പോകും തോറും ഇപ്പൊ അവൻ ഓരോ ട്രാപ്പുകളായിട്ട് വഴിയിൽ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട് ഓമുകി ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. കാരണം അവർ പോകുന്ന വഴിക്കെല്ലാം തന്നെ അവൻ ട്രാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ആ വില്ലത്തി അവൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ വില്ലത്തി അവളും ഫുൾ സ്പീഡില് അവരെ തേടി അങ്ങനെ വരാണ്. അപ്പൊ അവള് കാണും ലോങ് ഷോട്ടിലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ആ ട്രാപ്പുകള്. അവൾ ഓരോ ട്രാപ്പുകളും വളരെ സിമ്പിൾ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്ത് അവരുടെ പിന്നാലെ പോവും. അവള് ചാടി വന്ന് ഇപ്പൊ ഓമുകിയുടെ പുറകിലുള്ള ഒരു ഷിനോബിയെ അവനെ ലൈറ്റ്നിങ് ജിപ്സ് വെച്ച് കത്തിച്ച് ചാമ്പലാക്കും. അത് കണ്ട് അവര് ഷോക്കായി ഇപ്പൊ കൂടുതൽ സ്പീഡില് അവിടുന്ന് മുൻപോട്ട് ചാടി ഓടും. ഓമുകി നിലവിളിച്ച് പറയും ഇനി നമ്മൾ ഓടിയിട്ട് യാതൊരു കാര്യമില്ല, ഇപ്പോഴെങ്കിലും നമ്മൾ അവളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചേ മതിയാവും. ഉടനെ ഓമുകി അവൻ അങ്ങനെ ടേൺ ചെയ്ത് ആ വില്ലത്തിയുടെ മുൻപിലേക്ക് വരും. അത് കണ്ട് വേറെ വഴിയില്ലാതെ ഇപ്പൊ നൂരുകയും അവന്റെ അടുത്തേക്ക് വരും. അവൻ ഓമുകിയോട് ദേഷ്യപ്പെട്ടു പറയും ഞാൻ പറയുന്നത് നീ കേൾക്കില്ല അല്ലേ, ഈ സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് വലിയ മണ്ടത്തരമാണ്, അവളുടെ പവറിന് മുൻപിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് കാക്കാഷിയും ടീമും അവരിപ്പോ അമിഗിരിയെ അന്വേഷിച്ച് ആ കാട് മുഴുവൻ അലഞ്ഞു നടക്കുക. കട്ട് ചെയ്ത ഓമുകി അവൻ അങ്ങനെ ചാടി വന്ന് അമ്മച്ചി വില്ലത്തിയെ ആഞ്ഞു വെട്ടും. പക്ഷെ അവള് നൈസായിട്ട് അവന്റെ കൈ പിടിച്ച് തിരിച്ച് ചവിട്ടി താഴെയിട്ട് ഇപ്പൊ അവൻ ആഞ്ഞു വെട്ടും. പക്ഷേ അവൻ അപ്പോഴേക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കും. വില്ലത്തി എന്തെങ്കിലും ചെയ്യും മുമ്പേ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. വില്ലത്തി ഉടനെ അവളുടെ വാൾ വീശി ഇപ്പൊ ലൈറ്റ്നിങ് ജിപ്സു അതുപയോഗിച്ച്
അവനെ തെറിപ്പിച്ചു കളയും. ഓമുഖി ടെൻഷനായിട്ട് ഇപ്പൊ കില്ലർ ബി ആയിട്ട് സംസാരിച്ച ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഓമുഖി കില്ലർ ബിയോട് ചോദിക്കും, എനിക്ക് എന്റെ ബ്ലേഡ് ടെക്നിക്ക് അത് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യണം. അതിന് കില്ലർ ബി പറയും, എന്റെ ഈ ടിക്കറ്റ്സ് അത് മുഴുവൻ നീ വിറ്റ് തരുവാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ബ്ലേഡ് ചിപ്സു അത് എൻഹാൻസ് ചെയ്യാനുള്ള ടെക്നിക്സ് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരും. കട്ട് ചെയ്ത ഓമുഖി അവനവന്റെ ഫുൾ പവറില് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് സ്ക്വാഡ് വീശി അവളുടെ നേർക്ക് വരും. വില്ലത്തെ ഉടനെ അവൾ മുകളിലേക്ക് ചാടും. അപ്പോഴായിരിക്കും അവളുടെ തൊട്ടു മുകളിലായിട്ട് അവൾ വീണ്ടും ഓമുഖിയെ കാണാ. പക്ഷെ ഓമുഖിയെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൾ അങ്ങനെ ഓമുഖിയെ പിടിച്ച് ലൈറ്റ്നിങ് ജിപ്സ് വെച്ച് ലോക്ക് ചെയ്ത് അങ്ങനെ പിടിച്ചു വലിച്ച് താഴെ നിലത്തട്ടിക്കും. അപ്പോഴായിരിക്കും നോയും ഗാരിയും അവര് നോ എന്ന് നിലവിളിച്ച് ഇപ്പൊ അവിടേക്ക് ഓടിയെത്തും. അവരെ കണ്ട വില്ലത്തി ചിരിക്കും. അവള് പറയും, ആദ്യം ഞാൻ നിന്റെ ഫ്രണ്ട്സിന്റെ കഥ കഴിക്കും, അതിനുശേഷം നിന്നെ ഞാൻ വെട്ടി നുറുക്കൂന്ന് പറഞ്ഞ് അവളിപ്പോ അവർക്ക് നേരെ ഓടും. നമ്മുടെ ആൾക്കാർ അടുത്ത് വരെ ആ വില്ലത്തി അവള് പതുങ്ങിയിരുന്ന് അവര് ക്ലോസ് എത്തുമ്പോ അവൾ ആ ലൈറ്റ്നിങ് സ്ക്വാഡ് എടുത്ത് അവർക്ക് നേരെ വീശി എറിയും. ആ ഒരു പവറില് ഇപ്പൊ നൂരുകി അവൻ അങ്ങനെ അട്ടിച്ച് താഴെ വീഴും. ഓമുഖി ഓടി വന്ന് ഇപ്പൊ അവനെ താങ്ങിയെടുക്കും. ഞാനാണ് ഓമുഖി, കണ്ണു തുറക്കുമെന്ന് പറഞ്ഞ് അവനിപ്പോ നൂരയെ വിളിക്കും. അപ്പൊ നൂര് അവനിപ്പോ എന്തോ ഒരു സീക്രട്ട് ഇപ്പൊ കാര്യമായിട്ട് ഓമുഖിക്ക് പറഞ്ഞു കൊടുക്കും. അത് കേട്ട് ഓമുഖി അവൻ തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടു പുറകില് ആ വില്ലത്തി. അവളെ കണ്ടുടനെ അവൻ വീണ്ടും ഇപ്പൊ ഉഷാറായിട്ട് മുൻപോട്ട് ചാടി ഓടും. കട്ട് ചെയ്താ ഇവിടെ കാക്കാശി മൈകയും അവരോടി ഓടി ഇപ്പൊ കായെ കണ്ടെത്തും. കായ് പറയും, ഓമുഖയും യൂരിയും അവർ രണ്ടുപേരും അപകടത്തിലാണ്. കട്ട് ചെയ്ത വില്ലത്തി ഇപ്പൊ ഓമുഖയെ അങ്ങനെ ലൈറ്റ്നിങ് സ്റ്റൈൽ വെച്ച് അട്ടിച്ച് താഴെയിടും. പക്ഷെ ഓമുഖയെ അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ സ്ക്വാഡ് അത് വലിച്ചൂരിയെടുത്ത് അവൻ പറയും, ഞാൻ ഉറപ്പായിട്ടും നിന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും. അതെനിക്ക് വേണ്ടിയല്ല, മറിച്ച് എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിന്ന എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ്. അവൻ അവന്റെ വായിലുള്ള ലോലിപോപ്പ് അത് തുപ്പിക്കളഞ്ഞ് അവളുടെ അടുത്തേക്ക് വരും. പക്ഷെ അവള് ഹായായിട്ട് ചിരിച്ച് ആ രണ്ട് സ്ക്വാഡ് അതങ്ങനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ലൈറ്റ്നിങ് സ്റ്റൈൽ ഉപയോഗിച്ച് അവർ നിൽക്കുന്ന സ്ഥലം അത് മുഴുവനായിട്ടും ഇപ്പൊ തകർത്ത് കളയും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നമ്മുടെ ചെക്കൻ അവൻ തുപ്പിയ ആ ഒരു ലോലിപോപ്പ് അവൻ അതുപയോഗിച്ച് ഒരുപാട് ഫോഗ് ക്രിയേറ്റ് ചെയ്ത് അവളുടെ പകുതി ഭാഗം ഇപ്പൊ അതിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവള് പതിയെ ഇപ്പൊ ഫോഗിനുള്ളിലേക്ക് അങ്ങനെ ആഴ്ന്നു പോവാൻ തുടങ്ങും. ആക്ച്വലി നോറുകി അവൻ പറഞ്ഞു കൊടുത്ത പ്ലാനാണ് ഇപ്പൊ ഓമുഖി പ്രയോഗിച്ചത്. ആ വില്ലത്തെ അവളിപ്പോ കറക്റ്റ് ആയിട്ട് ആ ഒരു ട്രാപ്പിൽ പെട്ട് വീണ്ടും താഴേക്ക് പോവും. അപ്പൊ അവിടേക്ക് ഇപ്പൊ കാക്കാഷിയും മൈഗയും സായു എത്തും. സായു ഒരു കയറ് ഇപ്പൊ ഓമുഖിക്ക് ഇട്ടു കൊടുക്കും. അതിൽ പിടിച്ച് ഓമുഖി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ മുകളിലേക്ക് വലിഞ്ഞു കയറും. ആ വില്ലത്തി ആണെങ്കില് ഇപ്പൊ ഓമുഖിയെ കണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ് ആവും. അവള് പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്റെ സ്ക്വാഡ് അത് ഞാൻ നിനക്ക് തരാണെന്ന് പറഞ്ഞ് ആ സ്ക്വാഡ് ഇപ്പോ ഓമുഖിക്ക് കൊടുക്കും. അതിന് പകരം ഓമുഖി അവന്റെ കയ്യിലുള്ള ഒരു ലോലിപോപ്പ് അതിപ്പോ അവക്കും ഇട്ട് കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവനുമായിട്ട് പറന്നു പോവും. മൈഗൈ കാക്കാഷിയോട് പറയും, അങ്ങനെ ഒരു വിധത്തില് നമ്മൾ അവരെ രക്ഷിച്ചു. അപ്പോഴായിരിക്കും ഈനോച്ച് അവർക്ക് ഇപ്പൊ ഇൻഫർമേഷൻ കൊടുക്കുക. കില്ലർ ബിയും കുട്ടപ്പനും അവർ രണ്ടുപേരും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വാറിനു വേണ്ടി ഇപ്പൊ ബാറ്റിൽ സ്ഥലം നോക്കി അങ്ങനെ ഓടി വരികയാണ്. അത് കേട്ട് കാക്കാഷിക്ക് ആൾക്ക് ഒരുപാട് സന്തോഷാവും. കാക്കാഷി പറയും, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയവും കാത്തിരുന്നത്. കുട്ടപ്പൻ കളത്തിലിറങ്ങിയ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.